തൃശൂർ പൂരത്തിൽ ഇടപെട്ടിരിക്കുകയാണ് ഹൈക്കോടതി. തൃശൂർ പൂരത്തിന് ആനകളെ എഴുന്നള്ളിക്കുന്നതിൽ കർശന നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ആനകളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനാണ് കോടതി നിർദ്ദേശം. വനംവകുപ്പിനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. അമിക്കസ് ക്യൂറി ആനകളെ പരിശോധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അതേസമയം എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യമാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ പങ്കെടുപ്പിക്കുന്ന കാര്യം. അതിൽ 17-നാണ് തീരുമാനമെടുക്കുക. നവമി തുടരുന്നുണ്ട്. നവമി, ഈ വിഷയത്തിൽ കോടതി കർശനമായി തന്നെ ഇടപെടുന്നു എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അശ്വതി, ഈ തൃശൂർ പൂരത്തിന് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നത് തന്നെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ അതോടൊപ്പമുള്ള ആനകളെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. അവിടെ എത്തുന്ന ജനങ്ങൾ എത്രത്തോളമാണെന്ന് നമ്മൾ കാണുന്നതാണ്, നമ്മൾ അറിയുന്നതാണ്. എന്തായാലും ഈ ഒരു ആനകളുടെ, അതായത് ഈ പൂരത്തിനെത്തുന്ന മുഴുവൻ ആനകളുടെയും പട്ടിക തയ്യാറാക്കി അവരുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അത് ചൊവ്വാഴ്ച തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. ഇങ്ങനെ ഒരു നിർദ്ദേശത്തിലേക്ക് കോടതി വരാനുണ്ടായ സാഹചര്യം, ഈ ഉത്സവ സമയത്ത് ആനകൾക്ക് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളും ഒപ്പം മതപ്പാട് ഉൾപ്പെടെ നമ്മൾ കാണുന്നതാണ്. പല പൂരങ്ങളിലും പല ക്ഷേത്ര ഉത്സവങ്ങളിലും ഒക്കെ ആനകൾക്കുണ്ടാകുന്ന മതപ്പാടുകളും പിന്നീടുണ്ടാകുന്ന വലിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ ഒരു സാഹചര്യത്തിലായിരുന്നു ഒരു ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. ഈ മൃഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു നിർദ്ദേശം. അതിനെ തുടർന്നായിരുന്നു ചീഫ് വൈൽഡ് കൺസർവേറ്റർ ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു. ആ ഉത്തരവിൽ പറയുന്നത്, ഈ താളമേളങ്ങളോ പടക്കങ്ങളോ അല്ലെങ്കിൽ തീവട്ടിയൊക്കെ ആനയ്ക്കും 550 മീറ്റർ ചുറ്റളവിൽ മാത്രമേ നിൽക്കാവൂ. അതോടൊപ്പം തന്നെ 3 മീറ്റർ അകലെ മാത്രമേ ആളുകളെ നിർത്തുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഈ ചൂട് കുറയ്ക്കാൻ വേണ്ടി ആനകളെ ഇടയ്ക്കിടയ്ക്ക് നനയ്ക്കണം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരുന്നു. പക്ഷെ ഇതൊന്നും പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല എന്ന് ഒരു നിരീക്ഷണം കൂടി ഹൈക്കോടതി കണ്ടെത്തിയിരുന്നു. ഇതിന്റെ ഒരു സാഹചര്യത്തിലാണ് ആനകളുടെ ആരോഗ്യസ്ഥിതി അടക്കം പരിശോധിച്ച് ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കാം. അതും അമിക്കസ് ക്യൂറിയുടെ നേതൃത്വത്തിലായിരിക്കണം. അതോടൊപ്പം തന്നെയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ കണ്ണിന് ഒരു കാഴ്ചക്കുറവുള്ള ഒരു ആന കൂടിയാണ്. അതിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കണം. അതോടൊപ്പം 17-നായിരിക്കും അതിൽ ഹർജിയിൽ കോടതി പരിഗണിക്കും. നാമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്.